മനുഷ്യൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ശരീരം മാത്രമല്ല എന്ന് നമ്മൾ മുന്നേ സംസാരിച്ചിട്ടുണ്ട്. അതിൽ മനസ്സുണ്ട്, ജീവനുണ്ട്, ആത്മാവുമുണ്ട്. ഇവയ്ക്കെല്ലാത്തിനും ഒരു വേസ്റ്റ് രൂപം ഉണ്ടാവും. ആ വേസ്റ്റ് രൂപപ്പെടുന്നത് ശരീരത്തിൻ്റെ ഓരോ ഘടകങ്ങൾ നിശ്ചയിക്കുന്ന തരുന്ന നിർദ്ദേശങ്ങളെ, ഇപ്പം മനസ്സ് തരുന്ന നിർദ്ദേശത്തെ, ജീവൻ തരുന്ന നിർദ്ദേശത്തെ, ശരീരം തരുന്ന നിർദ്ദേശത്തെ, അതായത് ഇൻഫർമേഷൻസിനെ കൃത്യമായിട്ട് പാലിക്കപ്പെടാതെ പോകുമ്പോഴാണ് വേസ്റ്റായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ ഒരു തടസ്സമായിട്ട്, അതിൻ്റെ പ്രോസസ്സിന് തടസ്സമായിട്ട് നിൽക്കുന്നൊരവസ്ഥ വരുന്നത്. ഇത് എല്ലാ ഘടകങ്ങളും. ഇപ്പോൾ ഒരു മനുഷ്യന് രോഗിയാണ് അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇതിലേത് തരത്തിലും അവരുടെ രോഗത്തിന് കാരണമായേക്കാം. മാനസിക അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാവും, ശാരീരിക അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നതാവും. ഇവ രണ്ടുമല്ലാതെ ജീവനിലെ വ്യതിയാനം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടാവും. ഇവയെ അതുക്കു പുറമെ ആത്മാവിൻ്റെ നിർദ്ദേശങ്ങളെ കൃത്യമായിട്ട് പാലിക്കപ്പെടാതെ പോകുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളും ശരീരം കാണിക്കും. ഇതൊക്കെ ശരീരം തന്നെയാണ് കാണിക്കുക. കാരണം ശരീരത്തിലാണ് ഇതെല്ലാം കൂടെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത്, ശരീരത്തിൻ്റെ ഉള്ളിലാണ്. പക്ഷെ ശരീരത്തിൻ്റെ ഈ ഫിസിക്കൽ രൂപത്തിൽ മാത്രമല്ല അത് ഉൾക്കൊള്ളുന്നത് എന്നതാണ് സത്യം. അപ്പം ഒരു മനുഷ്യനെ രോഗിയാവാൻ, ഒരു മനുഷ്യന് ശാരീരിക മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കാൻ ഇവയിൽ ഏതെങ്കിലും വ്യതിയാനങ്ങൾ, ഇവയുടെ ഏതെങ്കിലും സ്ട്രക്ചറുകളിൽ മാറ്റം വരുത്താൻ കാരണമായേക്കാം. അപ്പം ശരീരം മാത്രം ചികിത്സിച്ചാൽ ചില അസുഖങ്ങൾ മാറാതെ വരും, മനസ്സ് മാത്രം ചികിത്സിച്ചാലും ചില അസുഖങ്ങൾ മാറാതെ വരും, ജീവനെ മാത്രം സൃഷ്ടിച്ചാലും ചിലപ്പോൾ മാറാതെ വരും. ഇനി ഇതൊക്കെ പുറമെ നമ്മളെ സറൗണ്ടിങ്സിൽ, ചുറ്റുപാടുകളിൽ നിന്നും നമുക്ക് ചിലത് വരാനുണ്ട്. അവിടെ നിന്ന് വരുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് ക്ലാരിറ്റികളോ കാര്യങ്ങളോ, അത് മൈൻഡിനോടായിട്ട് കണക്റ്റഡ് ആയിട്ട് വരാം. ക്ലാരിറ്റിയോ കാര്യങ്ങളോ ഒരു പരിധിക്കപ്പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ രോഗികളാവാൻ കാരണം. ഒരു മനുഷ്യന് എന്താണോ അവനെ രോഗിയാക്കാൻ റൂട്ട് കാരണമായിട്ടിരിക്കുന്ന കാരണങ്ങളെ അതിൽ പോയിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് നേടുക. അപ്പോഴാണ് നിങ്ങൾക്ക് ക്യൂർ എന്ന അവസ്ഥയിലേക്ക് മാറാനും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നയിക്കാനും കഴിയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആരോഗ്യത്തെ, അതായത് സമഗ്രമായ ആരോഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരുക. ആരോഗ്യത്തോടെ നിലനിൽക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു ഓൾ.